ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നെടുകെ കീറുക. എന്നിട്ട് അതിൽ ഉപ്പ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. തേങ്ങയൊന്നും അരയ്ക്കണ്ട. പെട്ടെന്ന് നമുക്ക് മടിയുള്ളൊക്കെ ഒരു ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു കറി നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. എനിക്കിന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പം ഞാനൊരു പെട്ടെന്നൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ കീറിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കീറി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ഇങ്ങനെ അതിലിങ്ങനെ തേച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുത്താൽ മതി. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാ പച്ചമുളകും നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകെല്ലാം ഇങ്ങനെ കീറിയെടുത്ത് ഉപ്പ് തേച്ച് വെക്കാം. കറി ഉണ്ടാക്കാൻ ഞാൻ ചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ചൂടായതാണ് ചട്ടി. അതിലേക്ക് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ചൂടായി വരണം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഉപ്പ് തേച്ച് വെച്ച പച്ചമുളകൊന്ന് ഇട്ട് കൊടുക്കും. അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതൊന്നിങ്ങനെ മറിച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. പൊട്ടിത്തെറിക്കും, ശ്രദ്ധിക്കണം. നല്ലോണം ഒന്ന് വറുത്തെടുത്താൽ മതി. അല്ല, കളറൊക്കെ ഒന്ന് മാറി വരും. എല്ലാം ഒന്ന് ഇതേപോലെ മറിച്ചിട്ട് നമുക്കിനി ഇത് കോരി മാറ്റാം. നമ്മൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കൂടുതലാണ് അത് പച്ചമുളക് വറക്കാൻ വേണ്ടി മാത്രം നമ്മൾ അത്ര ഒഴിച്ചതാണ്. ഇനി അത് മാറ്റിയതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ, അത് രണ്ടും പൊട്ടിയതിന് ശേഷം കടുകും ഉലുവയും നല്ലോണം പൊട്ടി വരണം. അതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടിയതിന് ശേഷം കുറച്ച് 5-10 ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് തൈരൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഉടച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ലോണം ഉടച്ചെടുക്കാം. ഇങ്ങനെ ഈ ഒരു പാകത്തിനാണ്. മോരിൻ്റെ പാകമാക്കി എടുക്കുക. തൈരാണെങ്കിൽ മോരും ഉപയോഗിക്കാം നമുക്ക്. ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വയ്ക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കായം, ഒരു 3/4 ടീസ്പൂണ് കായം ഇട്ട് കൊടുക്കുക. കായത്തിന് നല്ലൊരു ഫ്ലേവർ വരണം. ഇനി കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടണ്ട. ജീരകത്തിൻ്റെ പൊടി കുഴപ്പമില്ല, നല്ലൊരു ഫ്ലേവറാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അത്രയൊക്കെ കുറേശ്ശെ ഉപയോഗിക്കുക പൊടികളൊക്കെ. ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ കറി. നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കണ്ട. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലോണം തിളയ്ക്കണ്ട, ഫ്ലെയിം ലോയിൽ തന്നെ വയ്ക്കുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഒഴിച്ച് കറിയാണ് കേട്ടോ. സിമ്പിൾ കറിയാണ്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഈ ചട്ടിയുടെ ചൂടിൽ അത് പാകമായിട്ട് വരും. ഇങ്ങനെ ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞു വരും. പിരിയാതിരിക്കാനാണ് ഇളക്കാൻ പറയണത്. നന്നായി ഇളക്കിയെടുത്ത് ഉപ്പൊക്കെ പാകം നോക്കുക.
നല്ല ടേസ്റ്റായിട്ട്. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് നല്ലത്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറി കിട്ടിയില്ലേ നമുക്ക്, തേങ്ങയും വേണ്ട ഒന്നും വേണ്ട, നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.